ശബരിമല സ്വർണ്ണമോഷണ കേസിൽ അറസ്റ്റിലായ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കൊല്ലത്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. വിജിലൻസ് കോടതി ജഡ്ജി CS മോഹിത്തിന്റെ മുമ്പാകെയാണ് ഹാജരാക്കിയത്. വിവരങ്ങളുമായി രാജ്കുമാർ കോഴി ചേരുന്നുണ്ട്. രാജ്കുമാർ, വൈദ്യപരിശോധന അടക്കം കഴിഞ്ഞതിനു ശേഷമാണ് ഇപ്പോൾ കൊല്ലം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കനത്ത സുരക്ഷയിൽ 2 വാഹനങ്ങളിലായിട്ടാണ് ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് ഇവരെ കൊണ്ടുപോയിട്ടുള്ളത്. വസതിക്ക് ഒരു 300 മീറ്റർ അകലെ വെച്ച് പോലീസ് ആരെയും പിന്നെ അങ്ങോട്ട് കടത്തിവിടില്ല. മാധ്യമപ്രവർത്തകർ 300 മീറ്ററിന് ഇപ്പുറം വെച്ചിട്ടാണ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ ക്യാമ്പ് ഓഫീസിന്റെ സമീപത്താണ് ഞങ്ങളെ ഉൾപ്പെടുന്ന മാധ്യമപ്രവർത്തകരെല്ലാം നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇവരെ തിരുവനന്തപുരത്ത് പറഞ്ഞതുപോലെ വൈദ്യപരിശോധന പൂർത്തീകരിച്ചിട്ടാണ് ഇപ്പോൾ ഈ SITയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ ഹാജരാക്കിയത്. ഇന്ന് ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഉള്ള സ്റ്റാറ്റസുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒടുങ്ങനെയുള്ള നടപടികൾ നേരത്തെ തന്നെ അവര് SITയുടെ ലിസ്റ്റിൽ ഉള്ളവരായിരുന്നു. ഇവരാണ് സ്വർണം വാങ്ങി എന്നുള്ള നിലയിലുള്ള ഒരു SITയുടെ കണ്ടെത്തലുള്ളത്. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട ഈ 2 പ്രതികളെ പോലീസ് SIT ഇന്ന് കസ്റ്റഡിയിലെടുത്തതും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയത്.